ഉളുക്കും. എങ്ങനെ ഉളുക്കാതിരിക്കും? പോലീസുകാരനാന്ന് പറഞ്ഞ് എളിഞ്ഞ് കിടന്നാ പോരാ, വല്ലപ്പോഴൊക്കെ പണിയെടുക്കണം. ഇല്ലെങ്കിലേ ഇങ്ങനെ അടുക്കി പിടിക്കും. ഞാൻ ഇടിച്ച ഏതോ പ്രതിയുടെ പ്രാക്കാണ്, അല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഉളുക്കുവോ? നീ ഒരു കാര്യം ചെയ്, ആ എണ്ണ ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് തടവിത്താ. എന്തൊരു കഷ്ടമായത്. പോലീസുകാരൻ ഇങ്ങനെയാണെങ്കിലും തടവ് ശിക്ഷ എനിക്കാ, അതും ജീവപര്യന്തം. അതല്ലടി പറഞ്ഞത്. ഞാൻ പല തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസ് കലാമേളക്ക് ഡാൻസ് വേണ്ട, ഡാൻസ് വേണ്ട. അതെ, നിങ്ങളൊരു നർത്തകിയുടെ ഭർത്താവാ, അപ്പൊ നിങ്ങൾ ഈ ഡാൻസ് കളിക്കണം. എന്നിട്ട് ആൾക്കാർ പറയണം ഞാനായി ഡാൻസ് പഠിപ്പിച്ചെന്ന്. അല്ലേലേ അവളുടെ താളത്തിന് തുള്ളുന്നവനെന്നാണ് സ്റ്റേഷനിൽ എല്ലാ എണ്ണം പറയുന്നത്. ഇപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് പൂർത്തിയായി. എടി, ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കവിതയെ പിടിച്ചാലോ? ആ കയ്യാ വെട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ കവിതയിലൊരു നോട്ടമുണ്ട്. അതല്ല പറഞ്ഞത്, മുരുകൻ കാട്ടാക്കട കവിത കന്നഡ. ഇങ്ങനെ മലയാളം പറഞ്ഞിട്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ ആ കന്നഡയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, കന്നഡ കവിത മനസ്സിലായില്ലേ? കന്നഡ കന്നഡ കന്നഡ. ഓ, മഹാന്മാർ അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെച്ച് കാണും. നമ്മൾ എന്തിനാ അതൊക്കെ ചൊല്ലി വൃത്തിയോടാക്കാൻ പോന്നെ? ഇനി കവിത ചൊല്ലി ഒക്കത്തുള്ളതാണെങ്കിൽ ഓണപരിപാടിക്ക് ഞാൻ ചൊല്ലാൻ വേണ്ടി ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കവിതയുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കും. നമ്മളവിടെ പരിപാടി അവതരിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറച്ച് ബൂസ്റ്റ് ചെയ്തോണ്ട് വേണം പരിപാടി അവതരിപ്പിക്കാൻ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് വേണ്ടത്. ഓണമാണ് പശ്ചാത്തലമെങ്കിലും മേലുദ്യോഗസ്ഥന്മാരെയും കൂടെ ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്യാം. എന്റെ കവിതയുടെ പേര് ഓണത്തിളപ്പ്. ചൊല്ലട്ടെ? അടുപ്പിൽ പായസം തിളയ്ക്കുന്നു, അത് കണ്ട് തിളയ്ക്കുന്നു രമണൻ സാറ്, DIG. കൂടെ തിളയ്ക്കുന്നു സുഗുണൻ സാറ്, IG. ഇവരിങ്ങനെ തിളയ്ക്കുമ്പോൾ ഈ ഞാൻ എങ്ങനെ തിളയ്ക്കാതിരിക്കും? ഞാനും കളകള കളകള തിളയ്ക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ തിളപ്പ്? വല്ലാത്ത തിളപ്പ് തന്നെയല്ലേ? ഈ കവിതയെങ്ങാനും നിങ്ങളവിടെ പോയി പാടിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഭയങ്കര ആരാധകരായിരിക്കും. എല്ലാം പറഞ്ഞ് കണ്ണി കണ്ടവരുടെ നമ്പർ ഒന്നും ഇവിടെ വാങ്ങിച്ചോണ്ട് വരരുത്. അയ്യോ എടി, എന്റെ പൊന്ന് സ്റ്റെല്ല, നിന്റെ മുഖമല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് വരുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എവിടെ പോയാലും എന്ത് ചിന്തിച്ചാലും എന്റെ സ്റ്റെല്ല 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 സ്റ്റെല്ല. എന്തു പറ്റി? സ്റ്റില്ല. അച്ചായൻ അത് പറഞ്ഞു കേട്ടപ്പോ ഈ സ്റ്റെല്ല അങ്ങ് സ്റ്റില്ലടിച്ചതാ. എടോ, എന്ത് വേണ്ടത്? ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കല്ലേ, ഈ സമയത്ത് എങ്ങനെ മേടിക്കുന്നേ? ഹലോ സാറേ, ആ സ്റ്റേഷനിൽ എന്താ വിഷയം? സാറ് നല്ല കഞ്ചാവ് പിടിച്ചില്ലായിരുന്നോ? അയ്യോ, ഞാൻ കഞ്ചാവ് പിടിച്ചെന്നോ? അതല്ല, സാറ് നല്ല കഞ്ചാവ് പിടിച്ച ഒരാളെ പിടിച്ചില്ലായിരുന്നോ? പിടിച്ചു. അവന് സ്റ്റേഷനിൽ കയറുന്ന ഭയങ്കര ബഹളമാ. സാറ് അവനൊന്ന് വരട്ടണം. അയ്യോ, ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുവാടോ, എങ്ങനെ അവിടെ വന്ന് ഞാൻ അങ്ങനെ വരുത്തുന്നത്? സാറ് വരുമെന്ന് പറഞ്ഞാൽ പറയാം ആ കിഴങ്ങൻ ഇങ്ങോട്ട് വരണ്ടാന്ന്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വീഡിയോ കോൾ ചെയ്യും. അവന്റെ പരിപ്പ് ഞാൻ ഇളക്കും, അവന്റെ പതിര് ഞാൻ ഇളക്കും കേട്ടോ. മോളു, ഒന്ന് കണ്ണടച്ച് വെച്ചോ, ഒന്ന് മൂക്ക് ഉടച്ചു വെച്ചോ, ഒന്ന് വായു അടച്ചു വെച്ചോ. പലതും സംഭവിക്കും, പേടിക്കരുത്. ഇങ്ങോട്ട് മാറിക്കണം. പോലീസുകാർ പറഞ്ഞാൽ നീ കേക്കത്തില്ലേടാ? ഡിസ്പ്ലേ പൊട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം 18,000 രൂപ ഉള്ളത് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു കേട്ടോ. ജോലിയിലെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അച്ചായ. നിങ്ങൾക്ക് ജലദോഷമാണോ? ആവി പിടിക്കണ്ടേ? ചൂടുവെള്ളം കൊണ്ട് വെച്ചിരിക്കുന്ന ആവി പിടിക്ക്. അതല്ലേ, ജലദോഷത്തിന് ഒരു പേരുദോഷം കെപ്പിക്കാൻ വേണ്ടി ജലദോഷം എന്റെ അടുത്തോട്ട് വന്ന് നിൽക്കുന്ന കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ്. തിളച്ച വെള്ളവാ, സൂക്ഷിച്ചും കണ്ടും വേണം ആവി പിടിക്കാൻ. ഭയങ്കര സ്നേഹം എന്റെ അടുത്ത്. ഞാൻ മൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത്രയും നേരം നീ എന്നെ മിസ് ചെയ്യുവോ? കൂടെ കള്ള. അച്ചായ, ഫോൺ ഞാൻ എടുക്കട്ടെ? നീ എടുത്തോ. കാര്യം ഞാൻ കുറച്ചു മുമ്പ് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വിളിക്കരുതെന്ന്, ഞാൻ ലീവിലാണെന്ന്. ഹലോ ഹലോ, പറഞ്ഞോ. സാറേ, സൈബർ സെല്ലിൽ നിന്നൊരു സീക്രട്ട് ഇൻഫർമേഷൻ ഉണ്ട്. പറഞ്ഞോ. സാറിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ സ്റ്റേഷനിലെ 5 വനിതാ കോൺസ്റ്റബിൾ അടക്കം ഒരു 30ഓളം പെണ്ണുങ്ങൾക്ക് വാട്സപ്പിൽ അശ്ലീല മെസ്സേജ് പോയിട്ടുണ്ടെന്നൊരു പരാതി ഉണ്ട്. സത്യം, ഞാൻ ആ മെസ്സേജുകളൊക്കെ നോക്കി, അയ്യോ, കണ്ണു പൊട്ടിപ്പോവാഞ്ഞത് ഭാഗ്യം. അതിന്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ടിന് സാറിന് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാർ അയച്ചത്. ഭർത്താവിന്റെ അവിഹിതം കാണുമ്പോ നെഞ്ചുതല്ലി നിലവിളിക്കുന്ന ഒരു സില്ലി ഭാര്യയാണ് ഈ സ്റ്റെല്ല എന്ന് നിങ്ങൾ കരുതിയോ? വിളിക്കും, കല്ല് പോലെ നിൽക്കും സ്റ്റെല്ല, കല്ല് പോലെ. പക്ഷെ ഇപ്പൊ എനിക്കങ്ങ് ഭയങ്കര വിഷമം വരും. ഈ മനുഷ്യൻ എന്തോത്തിന്റെ കേടാ? ഇങ്ങനെ അപ്പം വേണോന്ന് പറയുമ്പോ അപ്പം, പുട്ട് വേണമെന്ന് പറയുമ്പോ പുട്ട്, ദോശ വേണോന്ന് പറയുമ്പോ ദോശ. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങേർക്ക് ഇത് എന്തോത്തിന്റെ കുരുവാ? ചുമ്മാ അതല്ല സുലോചന ചേച്ചി, ഇങ്ങേർക്ക് എന്റെ തിളപ്പ് ഇഷ്ടപ്പെടാഞ്ഞ് ഇങ്ങേർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അച്ചായ
അച്ചായ എഴുന്നേക്കച്ചായ. ആവി പിടിക്കുക. അയ്യോ എത്ര നേരം ആവി പിടിച്ചു പറഞ്ഞിരിക്കും. മനുഷ്യ നിങ്ങൾ എന്താ വൃത്തികേടാ മനുഷ്യ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? നിങ്ങൾ എന്തിനാ ഈ കണ്ണിൽ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ മെസ്സേജ് അയ്യോ മനസ്സാ വാചാ കർമ്മണം ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല സ്റ്റെല്ല. നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ വാട്സാപ്പ് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഇവരൊരുത്തിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു ഐ ലവ് യു എന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി ഒരു ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം ഐ ലവ് യു. ആർക്ക് വേണം നിങ്ങളുടെ ഐ ലവ് യു? ഒരുത്തിയോട് ഇങ്ങനെ പറയുക, പച്ച ചുരിദാറിട്ട് നിന്നെ കാണാനാ എനിക്കിഷ്ടം. ഇന്നാളൊരു ദിവസം മാറങ്ങട്ട് ഞാൻ പച്ച ചുരിദാറിട്ട് വന്നപ്പോ ഈ മനുഷ്യൻ എന്റെ അടുത്ത് എന്തോ പറഞ്ഞെന്നറിയാമോ? പച്ചപ്പാല് പിടിച്ച സർവേ കല്ലേ കയറിപ്പോടിയെന്ന്. എന്നിട്ട് ഒരുത്തിയോട് പറഞ്ഞേക്കുന്നു ഇന്ന് വൈകുന്നേരം ഭാര്യ വീട്ടിലില്ല, അങ്ങോട്ട് വരാൻ. എന്തിനാ എന്തിനാ എന്തിനാ? അവള് രാത്രി ഇങ്ങോട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പ്രോഗ്രാമിന് പോകുന്നത്? അതൊന്നും നിങ്ങൾ പറയണ്ട. ആ പോലീസുകാര് സാറാമ്മേ നിങ്ങളുടെ ഫോണിൽ കൂടെ എന്തു ഇടപാട്? എടി സാറാമ്മേ ഞാനും കൂടെ ഒന്ന് കൊളാബ് ചെയ്തല്ലേ. ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം കേട്ടോ, കൊളാബെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. വന്നു കയറിയ കാലത്തെങ്ങാണ്ട് ഇങ്ങനെ എന്റെ കൂടെ ഒരു കൊളാബ് ചെയ്തതല്ലാതെ പിന്നെ ഇന്ന് വരെ ഈ മനുഷ്യൻ എന്റെ കൂടെ എന്നിട്ട് അവരുടെ കൂടെ കൊളാബ് ഉണ്ടാക്കാൻ പോയേക്കുന്നത്. നിന്റെ കൂടെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവത്തില്ല. പിന്നെ അവരുടെ കൂടെ ചെയ്യുമ്പോഴേക്ക് ഭയങ്കര റീച്ച് അല്ലയോ? അയ്യോ എനിക്കിനി ജീവിക്കട്ടെ, എനിക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ ആദ്യമായിട്ട് നിന്റെ തല വരുമ്പോ എന്റെ ഫോൺ ഹാക്കാക്കിയതാണ്. ഇത് ഹാക്കാക്കിയതല്ല ചായ, നിങ്ങൾ എന്റെ അടുത്ത് ഫേക്ക് ആക്കിയതാ. എടി നിന്റെ ഭർത്താവായിട്ടുള്ള ഇരുമ്പൻ ജോണി അതിങ്ങനെ ചെയ്യുവോ? നിങ്ങൾ ഇരുമ്പൻ ജോണിയല്ല, ഞരമ്പൻ ജോണിയാ, ഞരമ്പൻ ജോണി. എന്റെ ഇരുമ്പ് തുരുമ്പായേ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഈ നാട്ടുകാർ കേൾക്കും, ഒന്നും മിണ്ടാതിരിക്കും. നീ നാട്ടുകാർ കേൾക്കും. പറയും പറയും പറയും. നീ എന്റെ മാനം കപ്പലിൽ കേട്ടരുത്. നിങ്ങളുടെ ആട്ടുതോളിട്ട ചെകത്തായിൽ നിന്ന് ഞാൻ വലിച്ചു ഞാൻ ചിലവ എടുക്കട്ടെ. അയ്യോ ഇതിന്റെ ഇടയ്ക്ക് ആരുടെ കിടത്ത് സാറേ സാറേ തൽക്കാലം ഞാൻ കടിച്ചമർത്താം. നമസ്കാരം. നമസ്കാരം. ഇയാളെന്നാ താളം തെറ്റിച്ച് അവിടെ കിടന്ന് സാറേ സാറേ എന്ന് വിളിച്ചോണ്ട് സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എന്താ എന്താ സാറേ ഞാനേ ഏടാകുടത്തിൽ നിന്ന് വരുവാണ്. എന്റെ പൊന്നനിയ അതിനേക്കാൾ അയ്യോ അതല്ല സാറേ അതല്ല പറഞ്ഞത്. പിന്നെ? ഏടാകുടം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി പുരുഷോത്തമനാണ് ഞാൻ. ഇവിടെ ആരെങ്കിലും ക്ലബിന് ഏടാകൂടം എന്നൊക്കെ പേരിടുവിടും? സാറേ ഇത് ഞങ്ങളെ പഴയ തലമുറക്കാരായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണ്. ആ പഴയ തലമുറക്കാർ ഇട്ട പേരുവാ. അപ്പൊ ഞങ്ങൾ ഈ പുതിയ യൂത്തന്മാർ വന്നപ്പം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പുതിയ പേര്, അതായത് ലോകത്തെങ്ങും ഒരു ക്ലബിലും ഇല്ലാത്തൊരു പുതിയൊരു പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇടാൻ. അങ്ങനെ വേണം. ലോകത്തെങ്കിലും പുതിയ പേരാണല്ലേ? എന്താണ് ആ വെറൈറ്റി പേര്? ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. വെറൈറ്റി ആയിട്ടുണ്ട്. നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്? ക്ലബിന്റെ ഓണാഘോഷ പരിപാടിക്ക് സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. വന്നിരിക്കുന്നു. നീ അങ്ങ് ചെല്ല്, ഞാൻ അങ്ങ് വന്നോളാം. സാറിനെ അവിടെ നിന്ന് ആദരിക്കുന്നുണ്ട് ഞാൻ. ആദരിക്കണം, നല്ല പച്ച പത്തല് വെട്ടി തന്നെ ആദരിക്കണം. എന്താ മാഡം? അല്ല ഒരു 10-20 പേരെങ്കിലും ചേർന്ന് ആദരിക്കണമെന്ന് 10-20 പേരല്ല, 100-300 പേര് കാണും. അതുപോലെ സാറേ ഇനി വന്നാണ്. സാറിന് എന്നെ ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. സാർ 2 വർഷം മുമ്പ് ഞങ്ങളുടെ ക്ലബ്ബിൽ വന്നായിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ ഒരു സെൽഫി എടുത്തായിരുന്നു. കണ്ടോ, എന്റെ പ്രൊഫൈൽ പിക്ചർ വരെ സാറിന്റെ സെൽഫിയാ. സാറിന്റെ ഒരു റോൾ മോഡലാണ്. കണ്ടോ 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 കണ്ടോ. സാർ ഭയങ്കര മഹാനാ സാറേ, മഹത് വ്യക്തിയാണ്. ഈ നാട്ടുകാർക്ക് മൊത്തം സാർ ഒരു പൊന്നോമനയാണ്. അയ്യോ ഭയങ്കര മഹത് വ്യക്തിയാ. സാറിന്റെ വാർത്തകളൊക്കെ പത്രത്തിൽ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. പത്രമൊക്കെ വായിക്കുന്നില്ലയോ? അപ്പൊ വരും മഹത് വ്യക്തിയുടെ ലീലാവിലാസങ്ങൾ. അതെന്തറിയോ, എനിക്ക് മറ്റേ പ്രൊമോഷനൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെ. അതുപോലെ സാർ വരുമ്പോഴേ സാർ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കണം. ഞാൻ എടുക്കാം. എന്റെ അനിയൻ ചെല്ലേ ഒരു അവയർനെസ് ക്ലാസ്. അതായത് മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതിനെ പറ്റി ഒരു ക്ലാസ്. കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്ന് എത്തിയേക്കുന്നത്. കാര്യം ഇതൊക്കെ പറഞ്ഞാൽ ഈ വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാൻ ഈ മനുഷ്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാര്യം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. മനസ്സിലായി. സാറിന് ഫാമിലി മാൻ ആണല്ലോ. ഫാമിലി മാൻ ആണോന്നോ? ഫാമിലിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളിക്ക് എന്തും. പ്രത്യേകിച്ച് ആരുടെ ഫാമിലിയാന്ന് പോലും നോക്കത്തില്ല. ഒരു മിനിറ്റ്. ഹലോ രാജ സാറേ, എസ് ഐയുടെ കാര്യം ഓക്കെയാണ്. അദ്ദേഹത്തിന് DTPയിലൊക്കെ ചേർത്തു.
ഫോട്ടോ ഫോട്ടോ സാറേ, സാറിന്റെ നല്ലൊരു കളർ ഫോട്ടോ വേണം, വലിയൊരു ഫ്ലെക്സ് അടിച്ച് വെക്കാൻ. ഫ്ലെക്സ് അടിക്കുവാണെങ്കിൽ ഒരെണ്ണം എനിക്കൂടെ വേണം. അതാവുമ്പോ മാത്രമേ ചെറിയ വ്യത്യാസം മതിയല്ലോ. ആദരവിന്റെ കൂടെ ഒരു അഞ്ജലിയും കൂടെ ചേർത്താൽ കറക്റ്റ് ആയി. മാഡം, സാറിനെ വിളിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ മാസം 2-ാം തീയതി നമ്മുടെ ടൗൺ ഹാളിൽ സാറിന് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് നരകം എന്ന വിഷയം ആസ്പദമാക്കി സാർ 2 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗം നടത്തി. സത്യം പറഞ്ഞാൽ ആ 2 മണിക്കൂർ കൊണ്ട് ആ ജനങ്ങൾ എന്താണ് നരകം എന്ന് അവർ മനസ്സിലാക്കി. ഇവൻ ഇവിടെ നിറങ്ങട്ടെ, എന്താണ് നരകമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇപ്രാവശ്യം സാർ വരുമ്പോൾ കുറെ വെറൈറ്റി പരിപാടികളാണ്. അതായത് സാറിനെ സ്വീകരിക്കാൻ വേണ്ടി 50ഓളം പെണ്ണുങ്ങൾ താലപ്പൊലി എഴുതി സാറിനെ ആനയിച്ചു കൊണ്ടുപോകും. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ സാർ ആ വേദിയിലേക്ക് കടന്നു ചെല്ലും. കോഴിക്കൂട്ടിലേക്ക് കുറുക്കൻ നടന്ന് കയറുന്നത് പോലെ. ആ വേദിയിൽ വെച്ച് സാറ് കലാതിലകമായ പൊന്നമ്മ ചേച്ചിക്ക് അവരെ ആദരിക്കാൻ വേണ്ടി ഒരു മാല ഇട്ട് കൊടുക്കും. അങ്ങോട്ട് മാത്രം ആക്കണ്ട, പൊന്നമ്മ ചേച്ചിയെ കൊണ്ട് ഇങ്ങോട്ട് ഒരു കാരം ഇടിച്ച് ഈ മനുഷ്യൻ അവരെ കൂടെ പോയി പുറത്തോട്ടെ. എടാ, ഇങ്ങനെയുള്ള മനസ്സറിയുന്ന പോലെ നീ എവിടുന്നാണ് ഈ അജണ്ട ഉണ്ടാക്കി കൊണ്ടുവന്നേ? ഇങ്ങനെ എന്തൊരു വൃത്തിയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കെന്ന് അറിയാമോ? ഇങ്ങനെ ഫോണിൽ നിന്ന് കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് എല്ലാം മെസ്സേജ് പോയിരിക്കുക. അത് അശ്ലീലം. സത്യമാണോ? സത്യമാണോ? അവന്റെ ആരാധകൻ, അവനത് വിശ്വസിക്കത്തില്ല. സാറേ, നിങ്ങൾ എന്തൊരു നാറിയാ സാറേ. ഇത്ര വൃത്തിയായിട്ടൊരു മനുഷ്യരായിപ്പോ ഇത്ര വൃത്തിയായിട്ടാണ് ഞാൻ ആദരിച്ചത്. ഇങ്ങനെ മാർക്ക് എന്റെ പൊന്നുമകളെ നിങ്ങൾ ഇങ്ങനെ അറിയിച്ച് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടാ അവരോട്. ഈ മാലാഖയെ പോലെ ഈ പെണ്ണിവിടെ നിൽക്കുമ്പോൾ നിനക്ക് എന്തൊരു കേടാണ് അത്? ഇതിനാണോ നിന്റെ ഞങ്ങളുടെ പെങ്ങളെ ഇങ്ങോട്ട് അയച്ചു വിട്ടത്? അച്ഛനും അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നാന്നറിയോ? എന്റെ പെങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഉള്ള സാധനം എടുത്തോണ്ടോ എന്റെ കൂടെ വാ. നമുക്ക് പോവാം. ഒന്നില്ലടി, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ നീ കളിച്ചങ്ങ് കേറുക. ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയാ അല്ലേ? ഇങ്ങോട്ട് നിന്റെ അച്ഛന്റെ എത്രാമത്തെ കെട്ടിലുള്ള അടിയവൻ? എനിക്ക് ഇവനെന്ന് പറഞ്ഞു. നീ ഈ കുടുംബത്തിൽ കേറി വന്നിട്ട് നീ എന്തുവാടാ കാണിക്കുന്നത്? ഞാനെടുക്കാം. ഞാൻ എടുത്താൽ എന്താ അച്ചായ കുഴപ്പം? ലൗഡ് സ്പീക്കർ. ഹലോ ഹലോ, സാറിനൊന്ന് കൊടുക്കാവോ? ഒന്നോ? ഇത് ഒന്നിലെങ്ങാണം തീരുവോ? അതെ, നേരത്തെ നമ്മളൊരു മെസ്സേജിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? വാട്സാപ്പ് മെസ്സേജ്. അത് സാറിന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. സാറ് സത്യത്തിൽ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. ഹാക്ക് ചെയ്തതാ, മൊത്തം ഹാക്കേഴ്സ് ആണല്ലോ. സോറി സാർ, സോറി സാർ. അച്ചായൻ എന്നോട് ക്ഷമിക്കണം. അല്ലെങ്കിലും മഹാകവി വൈരപ്പള്ളി പോലും പറഞ്ഞിട്ടുണ്ട്, മർത്യന തെറ്റുകൾ ജന്മസിദ്ധം. നിന്റെ സംശയരോഗത്തിന് ആ പാവം പിടിച്ച വയലോപ്പള്ളി എന്ത് പഠിച്ചു? നീ അവിടെ നില്ലേ. എന്റെ അളിയനാണെന്ന് പറഞ്ഞൊരു താൽക്കാലിക അളിയന്റെ ഫോട്ടോ വലുതായിട്ട് വെക്കണോ ചെറുതായിട്ട് മതിയോ? അതിക്രമിച്ച് കടക്കൽ, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറൽ, ജോലിക്കിടയിൽ തടസ്സപ്പെടുത്തൽ, IPC വകുപ്പുകൾ ഒരുപാടുണ്ട് മോനെ. ഇതൊക്കെ ആര് ചെയ്ത്? നീ ചെയ്തത്. ഞാൻ ചെയ്തില്ല. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ FIR-നകത്ത് എഴുതി ചേർക്കും. പോലീസ് അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. പോലീസിന്റെ വണ്ടി സ്റ്റേഷനിൽ ഞാനിപ്പം വിളിച്ചു പറയാൻ പോവുക. മനസ്സിലായോ? റാസ്കൽ. അച്ചായൻ തന്നെ എടുത്തോ? ആ കോള് മുത്ത് തന്നെ എടുത്തോ? എനിക്ക് സംശയമില്ല, അച്ചായനെ എടുത്തോ? മുത്ത് തന്നെ എടുത്തോ? ചുമ്മാ ഇരി അച്ചായ, അച്ചായനെ എടുത്തോ? മുത്ത് തന്നെ എടുത്തോ? ലൗഡ് സ്പീക്കർ. അതെ സാറേ, നമ്മൾ നേരത്തെ മെസ്സേജിന്റെ കേസ് പറഞ്ഞില്ലേ, മൊത്തം 30 അശ്ലീല നമ്പറുകളിലേക്കാണ് മെസ്സേജ് പോയിരിക്കുന്നത്. അതിൽ 28 ആരോ ഹാക്ക് ചെയ്തിട്ടതാണ്. പക്ഷെ ബാക്കി 2 കഴിഞ്ഞ 2 വർഷമായി സാറ് തന്നെ സ്ഥിരം അയക്കുന്നതാണ്. ഒന്നൊരു കോൺസ്റ്റബിൾ കവിത, മറ്റേത് സിയുടെ ഭാര്യ അജിത. ഇടുക്ക് മെസ്സേജുകളാ പോയിരിക്കുന്നു കേട്ടോ, ഞാൻ കണ്ട്. സ്റ്റെല്ലയല്ല, ഇന്ന് മുതൽ നിങ്ങൾ ഈ പൂമുഖത്തില്ല. ഞാൻ എന്ത് ചെയ്യൂടാ? ഞാൻ എന്നാ പാവം ചെയ്ത്? ശരിയാ, ഞാനാണല്ലോ പാവം മൊത്തം ചെയ്തത്.